ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള പുതിയ പരിഷ്കാരങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നത് അപേക്ഷകരെയും പരിശീലകരെയും വലയ്ക്കുന്നതായി പരാതി ഉയരുന്നു. പുതുക്കിയ മാനദണ്ഡപ്രകാരം ഒരു ദിവസം 30 പേർക്ക് മാത്രമാണ് ടെസ്റ്റിനുള്ള അവസരം. സ്ലോട്ടുകളുടെ എണ്ണം വെട്ടിക്കുറച്ചതാണ് അപേക്ഷകരെ വലയ്ക്കുന്നത് എന്നാണ് അറിയുന്നത്. പുതുക്കിയ നിയമപ്രകാരം ഒരു RTOയ്ക്ക് കീഴിൽ ഒരു ദിവസം 30 പേർക്കാണ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിനുള്ള സ്ലോട്ട് നൽകുന്നത്. 20 പുതിയ അപേക്ഷകർക്കും നേരത്തെ ടെസ്റ്റ് പരാജയപ്പെട്ട 10 പേർക്കുമാണ് അവസരം. പരിഷ്കാരം നടപ്പിലാക്കുന്നതിന് മുന്നേ തന്നെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ശക്തമായിരുന്നു. എറണാകുളം പോലെ 100-നടുത്ത് ഡ്രൈവിംഗ് സ്കൂളുകളുള്ള സ്ഥലങ്ങളിൽ ഈ കണക്ക് അപ്രായോഗികമെന്നാണ് പരിശീലകർ പറയുന്നത്. സാഹചര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പം മന്ത്രി ചാർജ് എടുത്തപ്പോൾ തന്നെ എന്ത് കാര്യത്തിനൊരു സമയബന്ധിതമായിട്ടാണ് ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഒരു ദിവസം ഇനി വന്നിട്ട് പിറ്റേ ദിവസം മുതൽ നമ്മളോട് ഇങ്ങനെ ഒറ്റക്കാലം നടക്കാൻ പറഞ്ഞ പോലെ ഒരു ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അതൊരു നല്ല കാര്യമല്ല. വളരെ വിവേകത്തോടു കൂടി ചെയ്യേണ്ട തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമായിരുന്നു ഈ ഡ്രൈവിങ്ങിന്റെ കാര്യം. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം അപേക്ഷിച്ച 80ഓളം പേർക്ക് സ്ലോട്ട് ലഭിച്ചിരുന്നു. എന്നാൽ ഇത് പെട്ടെന്ന് റദ്ദാക്കി. കോവിഡ് സാഹചര്യം മൂലമാണ് അപേക്ഷകൾ റദ്ദാക്കിയതെന്ന് അപേക്ഷകരുടെ ഫോണിലേക്ക് സന്ദേശം ലഭിച്ചു. അപേക്ഷകർ നേരിട്ട് അന്വേഷിച്ചപ്പോൾ തെറ്റുപറ്റിയതാണെന്ന് മറുപടി. പക്ഷേ പിന്നീട് ടെസ്റ്റിനുള്ള സ്ലോട്ടുകൾ ലഭിച്ചുമില്ല. ടെസ്റ്റിന് വേണ്ടി റെഡിയായി നിൽക്കുമ്പോഴാണ് പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിൽ ഇവരുടെ ഡേറ്റ് ക്യാൻസലായി എന്നുള്ളത്, അതും കോവിഡിൻ്റെ ഇത് കാരണം കൊണ്ട് ക്യാൻസലായെന്ന് ഇവർക്ക് മെസ്സേജ് വന്നു. സംസ്ഥാന തലത്തിൽ നടപ്പിലാക്കിയ പരിഷ്കാരമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള സ്ലോട്ടുകളുടെ എണ്ണം കുറച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. ടെസ്റ്റിനുള്ള തീയതി ലഭിക്കാതെ വരുന്നതോടെ അപേക്ഷകരും ഡ്രൈവിംഗ് സ്കൂളുകാരും ഒരുപോലെ പ്രതിസന്ധിയിലാണ്. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട പുതിയ നിയമങ്ങളെ സ്വാഗതം ചെയ്യുമ്പോഴും ഇത് നടപ്പിലാക്കാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് പരിശീലകരും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിനായി കാത്തിരിക്കുന്നവരും ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ അനന്തു ബി നായർക്കൊപ്പം എബിൻ ജോസ്, 24 കൊച്ചി. പുതുക്കിയ നിയമം കാരണം അപേക്ഷ നൽകി കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടെന്നും ഒരു ദിവസം 30 സ്ലോട്ടുകൾ മാത്രം അനുവദിക്കുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്നുവെന്നും പരിശീലകരും അപേക്ഷകരും ഒരുപോലെ പരാതി പറയുന്നു. കാണാം നമുക്ക് ഇവരുടെ ചില പ്രതികരണങ്ങൾ. എൻ്റെ ഒരു 10-15 കുട്ടികൾ ഇപ്പോൾ അവർ പഠിത്തം നിർത്തിയിട്ട് പോയി. അവരുടെ കയ്യിലെ ഫീസ് നേരെ സർക്കാരിൽ കൊടുത്തേക്കാണ്. അതേപോലെ തന്നെ 2 പേര് ഇപ്പോൾ പോയിട്ട് അവർ 1.5 മാസം മുമ്പ് ബാംഗ്ലൂർ പോയിട്ട് എനിക്ക് ലൈസൻസിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നേക്കാണ്. ഞങ്ങൾക്ക് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞോട്ട്. മെയ് 7-ാം തീയതി കിട്ടിയത്. പിന്നെ അത് ക്യാൻസലായി പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നു. അതിൽ ഞങ്ങൾ വിളിച്ച് പറഞ്ഞു ഇവിടെ ഇങ്ങനെ ക്യാൻസലായി മെസ്സേജ് വന്നു, ഞങ്ങളെ സ്ലോട്ടിൻ്റെ ഇത് ക്യാൻസലായി പറഞ്ഞു. അപ്പോൾ മാഡം പറഞ്ഞു ഒന്ന് നോക്കി നോക്കുക, ഒന്ന് കിട്ടുന്നുണ്ടോ ഒക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാം ബ്ലോക്ക് ആയിട്ടാണ് സൈറ്റ് കിട്ടുന്നത്. ബുദ്ധിമുട്ടാണ്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇത് കിട്ടണില്ല. അപ്പോഴത്തേനും ഇത് കഴിഞ്ഞിട്ടുണ്ടാവും, സ്ലോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കണമായിരുന്നു. അപ്പോൾ ജൂൺ ആകുമ്പോഴത്തേനും പോകേണ്ടതാണ്. അപ്പോൾ ഈ മെയ് 7-ാം തീയതി ടെസ്റ്റ് എല്ലാം എഴുതിയിട്ടാണ് അതായത് അപ്പോൾ സ്ലോട്ട് ക്യാൻസൽ ആയത്.